ഹലോ, ഹമ്മിങ്സ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചേമ്പ് കണ്ടുകൊണ്ടുള്ളൊരു കൂട്ടാനുമായിട്ടാണ് കേട്ടോ. താള് കറിയാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുക. താള് കൂട്ടാനൊന്നും പറയും. അപ്പോൾ ഞങ്ങളിപ്പോൾ താള് വെട്ടാനായിട്ട് പോവുകയാണ്. വെട്ടാൻ പറ്റൂലേ? കാടാണല്ലേ, മറിച്ചതുണ്ടല്ലോ കൂവ. ആ അവിടെ ഇവിടെ ഫുള്ള് കൊണ്ടുണ്ടായിരുന്നു. ഇല്ലല്ലേ ഞാൻ ഒന്നേ ഉള്ളത് മതി. കൊള്ളാം. അപ്പോൾ താളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ പതുക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കപ്പയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കപ്പയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പപ്പായ ഇല്ലേ, പച്ച പപ്പായ, അതും വെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-3 ചെറിയ കഷ്ണം പപ്പായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഏകദേശം 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. ഇതിനായിട്ട് ഇപ്പം ഞാൻ 2 പിടി തേങ്ങ ചിരവിയതും 2 പച്ചമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി അല്ലിയും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇത് ചതച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ താളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് തുറന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അരച്ചു വെച്ച അരപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വറുവിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അസൽ താള് കറി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.